ഭയങ്കര ചൂട്. ഹായ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എന്തെന്ന് അറിഞ്ഞാൽ, ഞാൻ തക്കാളി താഴെ നട്ടിട്ട് കുറച്ച് സ്ഥലം ഉണ്ട്. ആ സ്ഥലത്തെല്ലാം വൃത്തിയാക്കിയിട്ട് തക്കാളി നട്ടിട്ട് അന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചിട്ടുണ്ടാകും. ആ തക്കാളി കുറേ വലുതായി, കുറേ തക്കാളി പിടിച്ച് ഇനിയും ഉണ്ട് തക്കാളി. അപ്പോൾ വെയിലായതുകൊണ്ട് ഞാനത് പറിക്കുന്നത് കാണിച്ചിട്ടില്ല. ഞാൻ പറിച്ചിട്ട് വീട് മേലെ റൂമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾക്കത് കാണിച്ചു തരാം. ಅದು ಸ್ಯಾರಿ ಸಿಕ್ಲಿಲ್ಲ. ಅದೇ ನಂಬರ್ 500 ಸಲ ಹೇಳು. അമ്മ എന്തെല്ലോ പറയുന്നു. അമ്മക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയില്ലല്ലോ. പ്രായമുള്ളവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ಒಂದೊಂದು ರೋಗ ಕಲ್ತರೆ ಹೋಯಿತು. ഇതെല്ലാം ഞാൻ നട്ടതാണ്. അത് കാണുമ്പോൾ തന്നെ അറിയാലോ ഇത് നമ്മൾ നട്ടിട്ടുണ്ടാക്കിയതെന്ന്. കടയിലത്തെ തക്കാളി ഇതൊരു ഇല മാത്രം റൗണ്ടിൽ കിട്ടി. 2-3 കഴിഞ്ഞതിൽ പറിക്കുമ്പോൾ ഓരോന്ന് റൗണ്ടിൽ കിട്ടി. ബാക്കിയെല്ലാം ഇങ്ങനെയുള്ളതാണ് കിട്ടുന്നത്. ഇത് നല്ല രസമുണ്ട് കാണാൻ. ഇത് സുന്ദരി തക്കാളിയാണ്. ബാക്കി എല്ലാവരും സുന്ദരിമാരെന്നെ. എന്നാലും ഇതൊരു നല്ല പുളിയാണ്. പുളി എന്ന് പറഞ്ഞാൽ നമ്മൾ പുളി ചേർക്കണ്ട. സാമ്പാറിനെല്ലാം ഇടുമ്പോൾ ഒത്തിരി പുളി ചേർത്താൽ മതി. അങ്ങനെ നമ്മൾ നട്ടിട്ടുണ്ടാക്കി. ഞാനിപ്പോൾ കടയിൽ നിന്ന് തക്കാളി വാങ്ങി അതിനെ റൗണ്ട് മുറിച്ചിട്ട് മണ്ണ് നല്ല കുറച്ച് മൃദുവിലാക്കിയിട്ട് ഇങ്ങനെ കഷ്ണങ്ങളെല്ലാം ചുറ്റു വെച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ മണ്ണിട്ട് പിന്നെ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാനൊന്നും വെള്ളം ഇട്ടിട്ടില്ല. നമ്മളെ ഇവിടെയുള്ള അടുക്കള വേസ്റ്റ് മണ്ണിലിട്ട് അത് ഒരാഴ്ച കഴിയുമ്പോൾ അത് എടുത്തിട്ട് ഈ തക്കാളിയുടെ ചുവട്ടിലിടുന്നു, വെള്ളം ഒഴിക്കുന്നു. ഇത്രയും മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങളെല്ലാവരും ഈ തക്കാളി കൃഷി ചെയ്യണം. ഒരു പ്രയാസവും ഇല്ലാതെ തക്കാളി നമുക്ക് നമ്മളെ ആവശ്യത്തിനുള്ള തക്കാളി നമുക്ക് എടുക്കാം. ഇനിയുണ്ട് പറിക്കാൻ. അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ പോയപ്പോൾ കുറേ വൈകിപ്പോയിന്. അങ്ങനെ എടുക്കാൻ പറ്റില്ല, വെയിലാണ് ഭയങ്കര. അങ്ങനെയെന്ന് റൂമിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എല്ലാവരും തക്കാളി കൃഷി ചെയ്യുക. വീട്ടിൽ ആവശ്യമുള്ള തക്കാളി നമുക്ക് കിട്ടും. നല്ല തക്കാളിയാണ്, നല്ല പുളിയുള്ള തക്കാളിയാണ്. നിങ്ങൾക്ക് കാണിക്കുമ്പോൾ കുറച്ച് സ്റ്റൈലിൽ കാണിക്കണ്ടേന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ചെയ്തതാണ്. അമ്മ കുറേ പ്രാവശ്യം വഴക്ക് പറഞ്ഞു. 2-3 പ്രാവശ്യം എടുക്കുമ്പോൾ അമ്മ ഭയങ്കര ഒച്ചയാക്കുന്നത്. അതുകൊണ്ട് അതെല്ലാം കട്ടാക്കിയിട്ട് വീണ്ടും ഇപ്പോൾ എടുത്തതാണ്. തക്കാളി തിന്നണ്ട. നല്ല പുളിയുണ്ട്, നല്ല വെള്ളമുണ്ട്. നല്ല പുളിയുണ്ട്, നല്ല വെള്ളമുണ്ട്. പിന്നെ തക്കാളി കറി ഉണ്ടാക്കാം, തക്കാളി നീരും എല്ലാവരും. ഇത് കറിയില്ലെങ്കിൽ തക്കാളി പുളിശ്ശേരി ഉണ്ടാക്കാം. ബൈ. നിങ്ങളെല്ലാവരും പ്രാർത്ഥനയും സപ്പോർട്ടും സ്നേഹവും വേണം. പിന്നെ ഉണ്ടെന്നറിയാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം, ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്യണം. ഏറ്റവും കൂടുതൽ വേണ്ടത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടല്ലോ, അതിന് ഏറ്റവും വലിയ ഭാഗ്യം. എന്നും പറയുന്ന പോലെ നോക്കാൻ പറ്റാത്ത അമ്മമാരുണ്ടെങ്കിൽ എന്നെ വിളിക്കുക, ഇവിടെ കൊണ്ടുവരാം. ഞാൻ നല്ലതുപോലെ നോക്കും. ഓക്കെ, ബൈ.